നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ പ്രതിദിന കോവിഡ് കേസുകൾ ഉയർന്നതായി റിപ്പോർട്ട്. ഇന്ന് 1538 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്നത്തേത്. ചികിത്സയിലായിരുന്ന 4 പേർ കൂടി മരിച്ചു. 1411 പേർ രോഗമുക്തി നേടി. 1,14,387 പേർക്കാണ് യുഎഇയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 1,06,384 പേർ രോഗമുക്തി നേടി. 459 പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. നിലവിൽ 7,574 പേർ ചികിത്സയിൽ കഴിയുകയാണ്. 1,30,567 പരിശോധനകൾ കൂടി പുതുതായി നടത്തി. ഇതുവരെ 11.44 ദശലക്ഷത്തിലധികം കോവിഡ് പരിശോധനകൾ രാജ്യത്ത് നടത്തിയിട്ടുണ്ടെന്ന് യുഎഇ ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. ഖത്തറിൽ കോവിഡ് ബാധയെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചു. 70 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് മരിച്ചതെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 225 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 235 പേർക്ക് കോവിഡ് ബാധിച്ചു. കോവിഡ് പരിശോധനയുടെ എണ്ണം ഉയർന്നതിനെ തുടർന്ന് പുതിയ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8,621 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. മാസങ്ങൾക്കിടെ ഇതാദ്യമായാണ് പരിശോധന വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സൗദിയിൽ ഫൈനൽ എക്സിറ്റ് അടിച്ച് രാജ്യം വിടാൻ കഴിയാത്തവർക്ക് ആശ്വാസമായി രാജാവിന്റെ നിർദ്ദേശം. ഈ മാസം 31 വരെ സൗജന്യമായി വിസ കാലാവധി നീട്ടി നൽകാനാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ച് നടപടികൾ ആരംഭിച്ചതായി സൗദി പാസ്പോർട്ട് വിഭാഗം ജവാസാത്ത് അറിയിച്ചു. കോവിഡിനെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ തൊഴിൽ മേഖലയിലുണ്ടായ ഡിജിറ്റൽ സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് ദുബായിൽ റിമോട്ട് വർക്കിംഗ് വിസ പദ്ധതി ആരംഭിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾക്ക് യോജിച്ച പുതിയ സംവിധാനം ദുബായിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ സഹായകമാകുമെന്നും ദുബായ് ഇക്കണോമി ഡയറക്ടർ പറയുകയുണ്ടായി. പാസ്പോർട്ടിന് ചുരുങ്ങിയത് 6 മാസം സാധുത വേണം. മുൻമാസത്തെ പേ സ്ലിപ്പ്, 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ സഹിതം വേണം അപേക്ഷിക്കാൻ. അബുദാബി അൽ ഐൻ താമസ വിസക്കാരുടെ മടങ്ങിവരവിന് മുൻകൂർ അനുമതി വേണമെന്ന് വ്യക്തമാക്കി കൂടുതൽ വിമാന കമ്പനികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഷാർജയിൽ വിമാനമിറങ്ങുന്നതിന് തടസ്സമില്ലെന്ന് അബുദാബി അൽ ഐൻ താമസ വിസക്കാർ ICA വെബ്സൈറ്റിൽ കയറി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചു. നേരത്തെ സമാന അറിയിപ്പ് എയർ അറേബ്യയും പുറത്തുവിട്ടിരുന്നു. ഒമാനിൽ മലമുകളിൽ നിന്ന് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ ബനി ഗാഫിർ താഴ്വരയിലാണ് ഹൈക്കർ അപകടത്തിൽപ്പെട്ടത്. ഹെലികോപ്റ്ററിലെത്തിയാണ് പോലീസ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റയാളെ റുസ്താഖ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബഹ്റൈനിലേക്ക് പോകുന്ന പ്രവാസികളിൽ നിന്ന് അന്യായ വിമാനക്കൂലി ഈടാക്കുന്നതായി പരാതി. 3-4 ഇരട്ടിയാണ് ഇപ്പോഴത്തെ നിരക്ക്. കോവിഡ് സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ എങ്ങനെയും മടങ്ങിയെത്താൻ തയ്യാറെടുക്കുന്ന പ്രവാസികളെ പിഴിയുകയാണ് വിമാന കമ്പനികൾ. ജോലിയുള്ളവരുടെ ശമ്പളം പോലും പലയിടത്തും വെട്ടിക്കുറച്ചപ്പോഴാണ് വിമാന കമ്പനികളുടെ കൊള്ള. ഗൾഫ് എയർ വിമാനക്കൂലി 270 ദിനാർ മുതൽ 450 വരെ ഉയർത്തി. സൗദി എയർലൈൻസിന് വേണ്ടി പുതിയ ബോയിംഗ് വിമാനം B787-10 ജിദ്ദയിലെത്തി. അമേരിക്കയിലെ ബോയിംഗ് കമ്പനി ആസ്ഥാനത്ത് നിന്നാണ് 5ാമത്തെ ഡ്രീം ലൈനർ വിമാനം ജിദ്ദയിലേക്ക് എത്തിയത്. ഇതേ ഇനത്തിലുള്ള 8 വിമാനങ്ങളാണ് സൗദി എയർലൈൻസ് ബുക്ക് ചെയ്തത്. 4 വിമാനങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. നൂതന സാങ്കേതിക സംവിധാനങ്ങളും മികച്ച സൗകര്യങ്ങളും ഉയർന്ന പ്രവർത്തനശേഷിയുമുള്ളതാണ് പുതിയ വിമാനമെന്ന് സൗദി ഡയറക്ടർ ജനറൽ സാമി സിന്ദി വ്യക്തമാക്കി. പ്രവാസ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നത് എപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. സ്വകാര്യ മേഖലയിൽ ചികിത്സ തേടുക എന്നത് ചിലവേറിയതുമാണ്. എന്നാൽ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ഹെൽത്ത് കാർഡ് എടുത്താൽ ഖത്തറിൽ സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ സൗജന്യമായി തന്നെ ലഭിക്കും. ഖത്തർ ID കാർഡുള്ള ആർക്കും 100 റിയാൽ മാത്രം നൽകി മെഡിക്കൽ കാർഡ് എടുക്കാം. https://www.hamad.qa എന്ന സൈറ്റിൽ വിശദ വിവരങ്ങൾ ലഭ്യമാകും. 107 എന്ന സഹായ നമ്പറിൽ വിളിച്ചാൽ മലയാളത്തിലടക്കം വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പരീക്ഷണത്തിൽ UAE വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പങ്കാളിയായി. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള വഴിയാണ് കൊറോണ വാക്സിനേഷൻ എന്ന് ആദ്യ ഡോസ് സ്വീകരിച്ച ശേഷം മന്ത്രി ട്വീറ്റ് ചെയ്തു. ചൈനയുടെ 3ാം ഘട്ട വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ UAEയിൽ 31,000 സന്നദ്ധ പ്രവർത്തകർ ഇതിനോടകം തന്നെ പങ്കെടുത്തു കഴിഞ്ഞു. 1ഉം 2ഉം ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വാക്സിൻ സുരക്ഷിതമായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.